السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وقال أيضا വീണ്ടും നമ്മുടെ ഷാഇർ മൂസ ബിൻ ജാബിർ അൽ ഹനഫി എന്ന സാഹിത്യകാരൻ പറയുന്നു, ഇന്ന് അദ്ദേഹം തൻ്റെ ഖൗമിനെ, തൻ്റെ ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ചുരുക്കം ചില വരികളാണ്. അവര് മൂസ ബിൻ ജാബിർ എന്നവരെ സഹായിക്കുകയോ അതല്ലെങ്കിൽ വേണ്ട ഇടപെടലുകൾ നടത്താതൊക്കെ വരുമ്പോൾ, അതേപോലെ തന്നെ അവര് അദ്ദേഹത്തോട് കളവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ചുരുക്കം ചില ആളുകളെ കുറിച്ചാണ്. എല്ലാവരെയും കുറിച്ചല്ല, തന്നോട് സഹകരിക്കാത്ത ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അത് ആ പദം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം വരുന്ന ഒന്നാമത്തെ വരിയിലെ ആ പദം അതറിയിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം തന്നോട് സഹകരിക്കാത്തവരെ പറ്റി പറയുന്ന വാക്കുകളാണ്. ذهبتم ولذتم بالأمير وقلتم تركنا أحاديثا ولحما مضلعا فما زادني إلا سناء ورفعة وما زادكم في الناس إلا تخضعا فما نفرت جني ولا كل مبرد ولا أصبحت طيري من الخوف بقعا ذهبتم ولذتم. ذهبتم നിങ്ങൾ പോയി, തന്റെ ഖൗമിനോട് പറയാം, നിങ്ങൾ പോയി. വലുതും നിങ്ങൾ അഭയം തേടി, അതല്ലെങ്കിൽ നിങ്ങൾ ഓടി. ലാദ യലൂദു ലൗദ്, ലവാദൻ ലിവാദൻ ലിയാദൻ ലുവാദൻ എന്നൊക്കെ മസ്തറുകളുള്ള ഒരു ഫിഅലാണ് ലാദ. നസറ യൻസുറു ബാബാണ് ലാദ യലൂദു. ധാരാളം മസ്തറുകളുണ്ട്. ലാദ ശഖ്സു എന്ന് പറഞ്ഞാൽ ഹറബ എന്നാണ്, ഓടി. വെറു ഓട്ടല്ല. മുസ്തഖിഫീന വ മുസ്തതിരീന ബഅ്ലുകും ബിബഅ്, അവരിങ്ങനെ പരസ്പരം ചിലരെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഓട്ടമാണ്. അതാ പറഞ്ഞത്, തന്റെ ഖൗമ് മുഴുവനായിട്ട് ഇദ്ദേഹത്തോട് സഹകരിക്കാത്തവരല്ല, ചിലർ. ആ ഓടിപ്പോകുന്നവർ തന്നെ അവരിങ്ങനെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും, കാണുന്നുണ്ടോന്ന്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഓട്ടം, അതാണ് ലാദ എന്ന് പറഞ്ഞത്. എന്നാൽ ലാദ ശഖ്സു ബിൽ ഖൗമി എന്ന് പറയുമ്പം ഇൽതജഅ ഇലൈഹിം വസ്തഗാത ബിഹിം എന്നൊക്കെയാണ്. ചുരുക്കത്തിൽ ലാദ എന്നതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇവിടെ ദഹബ്തും നിങ്ങൾ ഓടിപ്പോയി, ദഹബ്തും നിങ്ങൾ പോയി, വലുതും നിങ്ങൾ ഓടിപ്പോയി. ചിലരെ കാണാത്ത രീതിയിൽ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പോയി. ബിൽ അമീരി, അമീറാകുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ. അപ്പൊ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന അന്നത്തെ കാലത്തെ ഭരണാധികാരിയിലേക്ക് നിങ്ങൾ അഭയം തേടിക്കൊണ്ട് പോയി. എന്നിട്ടോ ഖുൽതും നിങ്ങൾ പറഞ്ഞു, തുരിക്ന അഹാദീസൻ വലഹമൻ മുവല്ലഅ. അങ്ങനെ പോയി നിങ്ങൾ പറഞ്ഞു, എന്ത്? തുരിക്ന, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അഹാദീസൻ കൽ അഹാദീസി എന്നാണ്.
ഞങ്ങള് പിന്നെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു മദ്കൂരീന ഇന്നാ തുരിക്ന മദ്കൂരീന അലൽ അൽസിനതി കൽ അഹാദീസി എന്നാണ് അസ്ല്. അത് ചുരുക്കി പറഞ്ഞാണ് അഹാദീസൻ എന്ന്. അഹാദീസ അഹാദീസൻ എന്ന് ബൈത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങള് ജനങ്ങളുടെ നാവുകളിലൂടെ പറയപ്പെടുന്ന നിലയിൽ ഞങ്ങള് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അഥവാ ഞങ്ങൾ രാജാവാകുന്ന നിങ്ങളിലേക്ക് അഭയം തേടുകയാണ്. ജനമനസ്സുകളിൽ ജനങ്ങളുടെ നാവിലൂടെ ഞങ്ങളിങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് പലരും പറയുന്നുണ്ട്, ഒന്നിനും കൊള്ളാത്തവരാണ്, അതല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളിലേക്ക് അഭയം തേടുന്നു എന്ന്. വലഹ്മൻ മുവല്ലഅ, കഷ്ണിക്കപ്പെട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായി വിഹിതമാക്കിയ ഇറച്ചി കഷ്ണം പോലെയും ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടവരാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? ലഹമ് പറയാൻ കാരണം ലഹമ് പെട്ടെന്ന് കേടുന്നു പോവല്ലോ. അത് പാകം ചെയ്യാതെ ഇറച്ചി കഷ്ണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫസാദായി പോകും. അതുകൊണ്ട് പറഞ്ഞതാണ് ലഹമൻ മുവല്ലഅ. അവിടെയും ഇവിടെയും വെക്കപ്പെട്ട വിഹിതിക്കപ്പെട്ട ഇറച്ചി കഷ്ണം പോലെ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടവരാണ്. ഞങ്ങളാരും പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഫസാദായി പോവും. അതുകൊണ്ട് ഞങ്ങള് നിങ്ങളിലേക്ക് അമീറാകുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്നവരിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങള് അമീറിലേക്ക് അഭയം തേടിയില്ലേ, നിങ്ങൾ ഓടിപ്പോയില്ലേ എന്ന് മൂസ ഇബ്നു ജാബിർ തന്റെ ഖൗമിനെ പറ്റി പറയാം. അഥവാ എനിക്ക് നൽകേണ്ട പരിഗണനയും എനിക്ക് നൽകേണ്ട സഹായമൊന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തു? അമീറിലേക്ക് അഭയം തേടി. ഞങ്ങൾക്കാരുമില്ല, ഞങ്ങള് ഒന്നിനും പറ്റാത്തവരാണ്, ഒന്നുമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ മർവാൻ അബ്ദുൽ മലിക് ബിൻ മർവാനിലേക്ക് നിങ്ങൾ അഭയം തേടിയില്ലേ എന്ന് പറയാം. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോയാലും ഫമാ സാദനി ഇല്ല സനാഅം വരിഫഅത. ഫമാ സാദനി, എനിക്ക് ജാസ്തിയാക്കിയില്ല, ഇല്ല സനാഅം വരിഫഅത, ഉന്നതിയും ഉയർച്ചയും അല്ലാതെ. ഫമാ സാദകും ഫിന്നാസി ഇല്ലാ തഖല്ലുഅ, എന്നാൽ നിങ്ങൾക്ക് ജനങ്ങളിൽ അതൊരു ഖുദൂഅ്, ഒരു ദില്ലത്ത്, ഒരു നിസാരത അല്ലാതെ ജാസ്തിയാക്കിയില്ല. നിങ്ങൾ എന്നെ സഹായിക്കാതെ നിങ്ങൾ അമീറിലേക്ക് അഭയം തേടി കളവ് പറഞ്ഞു പോയി, എന്നാൽ എനിക്കൊരു ചുക്കും പറ്റിയിട്ടില്ല. എന്നാൽ നിങ്ങൾക്കോ, നിങ്ങൾക്ക് പറ്റിയത് നിന്ദതയും നിസാരതയുമാണ്. ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒന്നുമല്ലാത്തവരായി പോയി, എനിക്കതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. ഫമാ നഫറത് ജിന്നി വലാ ഫുല്ല മിബ്റദി വലാ അസ്ബഹത് തൈരി മിനൽ ഖൗഫി വഖഅ. ഫമാ നഫറത് ജിന്നി, എന്റെ കൂടെയുള്ള ശൈത്താൻ, എന്റെ കൂടെയുള്ള ജിന്ന് എന്നോട് വെറുപ്പ് കാണിച്ച് ഓടിപ്പോയിട്ടില്ല, എന്നെ ഉപേക്ഷിച്ചു പോയിട്ടില്ല. ഫമാ നഫറത്, നഫറ യംഫുറു, നസറ യൻസുറു ബാബ. ഫമാ നഫറത് ജിന്നി, ജിന്നി എന്നതാണ് അടുത്ത ഫായിൽ. പഴയകാല അറബികൾക്ക് ഒരു വാദമുണ്ടായിരുന്നു. എന്ത്? അവരെ വിശ്വാസം, ഓരോ ഷാഇറിനും ഓരോ ജിന്നുണ്ടാവും. അങ്ങനെ ആ ജിന്നാണ് പാട്ടുകള്, ഷെയറുകളും ബൈത്തുകളൊക്കെ ഇങ്ങനെ ആവശ്യാനുസരണം ഇട്ടുകൊടുക്കുന്നത് എന്ന്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് പാട്ട് പാടാൻ പറ്റാതെ
അല്ലെങ്കിൽ പാട്ട് എഴുതാൻ പറ്റാതൊക്കെ ആവുമ്പോ അവര് പറയുന്നത് നഫറത്ത് മിൻഹു ജിന്നുഹു എന്ന് പറയും. ഒരു ഷായറിന് പാട്ട് പാടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പാട്ട് എഴുതാൻ പറ്റിയില്ല, അപ്പൊ പറയുന്നത് നഫറത്ത് മിൻഹു ജിന്നുഹു, അവനിൽ നിന്ന് അവന്റെ ജിന്ന് പോയിട്ടുണ്ട്, പാട്ട് പാടാൻ പറ്റുന്നില്ല. അതാണ് അസ്ല് പ്രയോഗം. പിന്നീട് എന്ത് ചെയ്തു? പിന്നെ കഴിവ് ഇല്ലാതെയാവുമ്പോ, അതേപോലെ തന്നെ ശക്തി ക്ഷയിക്കുമ്പോ, ഒരു വിഷയത്തിൽ ഉണ്ടാവേണ്ട ശക്തി ഇല്ലാതിരിക്കുമ്പോഴൊക്കെ നഫറത്ത് മിൻഹു ജിന്നുഹു എന്ന് പറയും. അതനുസരിച്ചാണ് ഒരു ബാഹ്യമായ അർത്ഥം, അതല്ലെങ്കിൽ ഒരു പൊതുവായ അർത്ഥം നോക്കുമ്പം ഇവിടെ അദ്ദേഹം ആ നിലക്കാ പറഞ്ഞത്, ഫമാ നഫറത്ത് ജിന്നീൻ, എന്റെ ജിന്ന് ഓടിപ്പോയിട്ടില്ല, അതല്ലെങ്കിൽ എനിക്ക് ശക്തി ശയിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിലും എനിക്കുള്ള ശക്തി അവിടെ ഉണ്ട് എന്നർത്ഥം. വലാ ഫുല്ല മിബ്രതി, തണുപ്പിക്കുന്ന മിബ്രത് എന്ന് ആലത്തിന്റെ ഇസ്മാണല്ലോ. മിബ്രത് മിഫ്അൽ വസ്ൻ, ഫല്ല് ഫുലൂര് എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടുക. അസ്സൽമു ഫിസ്സൈഫി, വാളിലുള്ള പൊട്ടൽ, അതെനിക്കാണ് എന്താ പറയാ ഫല്ല് ഫുലൂര് എന്ന് പറയാം. ഇവിടെ വാളിൽ ഉള്ള പൊട്ടനും പൊതുവായിട്ട് മൊത്തത്തിലും സെൽമു ഉപയോഗിക്കും. മിബ്രത് ആലത്തിന്റെ ഇസ്മ, മാ യബ്റുദു ബിഹി അൽ ഹദീദ്, ഇരുമ്പിനെ തണുപ്പിക്കുന്നത്, ചൂടാക്കിയ ഇരുമ്പിനെ തണുപ്പിക്കുന്ന വസ്തു, അതെനിക്കാണ് എന്താ പറയാ മിബ്രത് എന്ന് പറയാം. ഇവിടെ നാവിനെ തൊട്ട് കിനായത്താണ് മിബ്രത്. സംസാരിച്ചിട്ട് എത്ര വലിയ പ്രയാസമുള്ള, ദേഷ്യമുള്ള, ചൂടുള്ള വിഷയമാണെങ്കിലും സംസാരിച്ചിട്ട് തണുപ്പിക്കാൻ പറ്റുമല്ലോ നാവുകൊണ്ട്. അപ്പോ ഇരുമ്പിനെ തണുപ്പിക്കുന്ന മിബ്രത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവാണ്. എന്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ എന്റെ നാവിനും തകരാറ് പറ്റിയിട്ടില്ല. പാട്ടുപാടാനും നിങ്ങൾക്കെതിരിൽ പാട്ടുണ്ടാക്കി പാടാനൊക്കെ ഉള്ള കഴിവ് എനിക്കുണ്ട്. നിങ്ങൾ എന്നെ സഹായിച്ചില്ല എന്നതുകൊണ്ട് എനിക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് പറയണം അദ്ദേഹം. അതാണ് മിബ്രത് പൊട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു, നാവ് പൊട്ടിയിട്ടില്ല എന്ന്. മാത്രല്ല വല അസ്ബഹത്ത് തൈരി മിനൽ ഖൗഫി വുഖഅ, എന്റെ പക്ഷി പേടിച്ചിട്ട് നിലംപതിച്ചിട്ടില്ല. അഥവാ എന്തെങ്കിലും സാഹിത്യത്ത് കേൾക്കുമ്പോ പക്ഷികൾ എന്തെയും നിലംപതിച്ച് വീണു, അതും സംഭവിച്ചിട്ടില്ല. അപ്പോ ഇത്തരം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ? എന്റെ ശക്തി ഇല്ലാതെയായി പോയിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെയാണ് ഇവിടെ സാങ്കല്പികമായിട്ട് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷിയെ സങ്കല്പിച്ചിട്ട് എന്തെങ്കിലും സാഹിത്യത്ത്, എന്തെങ്കിലും അപശബ്ദങ്ങള്, ഭീകരമായിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോ പക്ഷികൾ പേടിച്ചിട്ട് നിലംപതിക്കുക, അദ്ദേഹം സങ്കല്പിക്കുകയാണ്. അതുപോലും സംഭവിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ബഹിഷ്കരണം ഏർപ്പെടുത്തിയത്, അതല്ലെങ്കിൽ നിങ്ങൾ പേടിച്ച് നിങ്ങൾ അമീറിലേക്ക് അഭയം തേടിയത്, എനിക്ക് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും അത് ഉണ്ടാക്കിയിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾക്കാണ് അതിന്റെ പ്രയാസങ്ങൾ. ജനങ്ങളുടെ ഇടയിൽ ഒന്നുമല്ലാതെയായി, നിങ്ങൾ നിസ്സാരരായി, എനിക്കതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മൂസ ബിൻ ജാബിർ പറയണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു പോരാട്ടം നടത്താൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു? നേരത്തെ ധൈര്യം കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി എന്നോണം തന്റെ കൗമിനെ കുറിച്ച് അദ്ദേഹം പറയാം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.